ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫങ്ഷൻസിൻ്റെ കൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായ ഫങ്ഷൻ ഉപയോഗിച്ച ഒരു പ്രോഗ്രാം വെച്ച് നമുക്ക് എങ്ങനെയാണ് ഈ ഫങ്ഷൻ എഴുതുന്നതെന്നും, അതായത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്നും അതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സാമ്പിൾ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചായിരുന്നു. രണ്ട് ഇൻറ്റീജർ നമ്പേഴ്സിൻ്റെ സമ്മ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വളരെ ബേസ് ആയിട്ടുള്ള പ്രോഗ്രാം. നമ്മൾ ഈ പ്രോഗ്രാം ഉപയോഗിച്ചാണ് സി പ്രോഗ്രാമിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ സി പ്രോഗ്രാമിങ്ങിൻ്റെ എക്സിക്യൂഷനൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു പ്രോഗ്രാം എക്സാമ്പിൾ ആക്കി വെച്ചിട്ടാണ്. നമ്മൾ ഇതേ പ്രോഗ്രാം തന്നെ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആഡ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആക്ച്വലി ഈ പ്രോഗ്രാമിൽ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഈ പ്രോഗ്രാമിനെ ഫംഗ്ഷൻ ഉപയോഗിച്ച് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമിൽ ഫംഗ്ഷൻ ഒന്നും ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും കൂടെ ആഡ് ചെയ്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിളായിട്ടൊരു പ്രോഗ്രാം ചൂസ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഈ മോഡ്യൂളിൽ ഇനി മുതൽ ഞാൻ വീഡിയോയിൽ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബേസിക്കലി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ഫംഗ്ഷൻസ് ബേസിക്കലി രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും. സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് പ്രിന്റ് സ്കാൻ ഗെറ്റ്സ്, പിന്നെ SQRT സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ, അങ്ങനത്തെ ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സി പ്രോഗ്രാമിൽ ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ബിൽഡ് ഇൻ ആയിട്ടുള്ള ഫംഗ്ഷൻസിന് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ എന്ന് പറയും. നമ്മൾ ആക്ച്വലി ഈ മോഡ്യൂളിൽ ഈ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷനെ പറ്റി അധികം ഡിസ്കസ് ചെയ്യുന്നതേ ഇല്ല. രണ്ടാമത്തെ ടൈപ്പായ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ തന്നെ നേറ്റീവായിട്ട് സി ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് മെയിൻ എന്ന് പറയുന്നത്. ഇത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഇത് എല്ലാ സി പ്രോഗ്രാമിലും ഉണ്ട്. ഇത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയാൻ കാര്യം ഈ ഫംഗ്ഷന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് യൂസർ, അതായത് പ്രോഗ്രാമർ, നമ്മളാണ് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, നമ്മുടെ ടാസ്കിന് വേണ്ടി, നമുക്ക് വേണ്ട റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്ന പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സ് ആയതുകൊണ്ട് അതിനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയും. നമുക്ക് ഈ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതിൻ്റെ പേര് നമുക്ക് മാറ്റാൻ ഒക്കത്തില്ല. ഈ പേര് തന്നെ, മെയിൻ എന്ന് പറയുന്ന പേര് തന്നെ എല്ലാ സി പ്രോഗ്രാമിലും നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. പക്ഷേ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലാതെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഈ അഡീഷണൽ ആയിട്ട് എഴുതുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെയാണ്. അതായത് മെയിൻ എന്ന് പറയുന്ന പേരല്ലാതെ വേറെ പേരിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെയാണ് ഞാൻ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതേസമയം മെയിൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഞാൻ എടുത്തു പറയും മെയിൻ ഫംഗ്ഷൻ എന്ന് ഞാൻ എടുത്തു പറയും. അങ്ങനെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന ഫംഗ്ഷനെയാണ് മെയിൻ ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നോർമൽ രീതിയിൽ ഞാൻ കാഷ്വലായിട്ട് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന സംഭവത്തിനെയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് എഴുതാൻ പോവുകയാണ്. ആ രൂപമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഈ കളർ ചേഞ്ച് വരുത്തിയ ഈ പോർഷനാണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അതായത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സംഭവം. ഇതാണ് മെയിൻ ഫംഗ്ഷൻ, ഇതാണ് അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഇതിന് നമ്മൾ കാഷ്വലായിട്ട് പറയുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറയും, അതായത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് ആദ്യം കമ്പൈൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിൻടാക്സ് എററൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ഇതിലുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും അത് ചെക്ക് ചെയ്ത് നോക്കും, എന്തെങ്കിലും സിൻടാക്സ് എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. അതിന് ശേഷമായിരിക്കും ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇനി ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പോർഷനാണ് നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതാണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന സംഭവം, അതായത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഞാൻ ഇതിന്റെ ഫംഗ്ഷൻ എന്നേ പറയുകയുള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഹെഡർ ഫയൽസ് ഡിഫൈൻ ചെയ്യുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഈ ഫംഗ്ഷന്റെ ഈ ഹെഡർ സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് ഈ ഹെഡർ ലൈൻ, ആദ്യത്തെ ലൈൻ, ഈ ഫംഗ്ഷന്റെ ആദ്യത്തെ ലൈൻ ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്.
ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം കമ്പ്യൂട്ടറിന് മനസ്സിലാവും അതൊരു ഇൻറ്റ് ഡാറ്റ ടൈപ്പ്, അതായത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇൻറ്റ് ഡാറ്റ ടൈപ്പ് എന്ന വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ആ ഫംഗ്ഷന്റെ പേര്, അതായത് നെയിം ഓഫ് ദി ഫംഗ്ഷൻ എന്നത് അഡീഷൻ ആണ് എന്നും അതിന് 2 ഇൻപുട്ട് വാല്യൂസ് വേണം എന്നും ആ 2 ഇൻപുട്ട് വാല്യൂസിൻ്റെയും ഡാറ്റ ടൈപ്പ് ഇൻറ്റ് ആണ് എന്നുമൊക്കെ കമ്പ്യൂട്ടറിന് മനസ്സിലാവും. അപ്പോൾ ആദ്യം ഈ ഒരു ലൈൻ ഹെഡർ ഫയൽ അത് ആ ഒരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് അത് എക്സിക്യൂട്ട് ചെയ്യും. രണ്ടാമത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ ലൈൻ ആയിരിക്കും, അതൊരു ഫംഗ്ഷന്റെ ഹെഡർ ആണെന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും കമ്പ്യൂട്ടറിന് മനസ്സിലാവും. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊരു ഇൻറ്റ് ഡാറ്റ ടൈപ്പിലുള്ള ഒരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെന്നും അഡീഷൻ എന്ന് പേരുള്ള ഒരു ഫംഗ്ഷനാണ്, ആ ഫംഗ്ഷന്റെ പേര് എന്നുള്ളത് അഡീഷൻ എന്നാണെന്നും അതിന് 2 ഇൻപുട്ട് വാല്യൂസ് വേണമെന്നും നമുക്ക് ഇവിടെ കാണുന്നത് തന്നെ അറിയാം, ഇൻറ്റ് എക്സ് ഇൻറ്റ് വൈ എന്നുള്ളത്. അപ്പോൾ 2 ഇൻപുട്ട് വാല്യൂസ് വേണം എന്നതും ആ 2 ഇൻപുട്ട് വാല്യൂസും ഇൻറ്റീജേഴ്സ് ആണ് എന്നുള്ള ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടറിന് കിട്ടും. അതിനുശേഷം ഇതിൻ്റെ അകത്തുള്ള ഈ ഫംഗ്ഷൻ്റെ അകത്തുള്ള, അതായത് ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ആദ്യത്തെ ലൈൻ ഈ ഹെഡറിന്റെ ഈ ഫംഗ്ഷന്റെ ഹെഡർ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്ര ഇൻഫർമേഷൻസ് കിട്ടും. ബാക്കി ഈ ഫംഗ്ഷൻ്റെ അകത്തുള്ള ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന അടുത്ത ഇൻറ്റ് മെയിൻ എന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അത് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഈ ഇൻറ്റ് മെയിൻ അത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് 1 by 1 ലൈൻ ബൈ ലൈൻ ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. ആദ്യത്തെ എക്സിക്യൂട്ട് ചെയ്യും, അത് 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. എ എന്നും ബി എന്നും സം എന്നും പേരുള്ള 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എൻ്റർ 2 നമ്പേഴ്സ് എന്ന് ചോദിക്കുന്നു. ആ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന 2 ഇൻറ്റീജർ വാല്യൂസിനെ എയിലോട്ടും ബിയിലോട്ടും അത് സേവ് ചെയ്യുന്നു. സ്കാൻഎഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് എ എന്നും ബിയിലോട്ടും സ്റ്റോർ ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പ്രിന്റ് എഫും സ്കാൻഎഫും ഒക്കെ ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ സംഭവത്തിനെ പറ്റിയൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതേ ഇല്ല. ഇതെല്ലാം ലൈബ്രറി ഫംഗ്ഷൻസ് ആണ്. ഇതൊന്നും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അതൊക്കെ ആൾറെഡി ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഈ മോഡ്യൂളിൽ ഇതിനെ പറ്റിയൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സ്കാൻഎഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് എ എന്നും ബി എന്നും വേരിയബിളിലോട്ട് അത് കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഇൻറ്റീജേഴ്സിനെ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ആദ്യം ഈ ഈക്വൽ ടു സിമ്പിളിന്റെ റൈറ്റ് സൈഡിലുള്ള പോർഷനായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്ന അഡീഷൻ എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് എ കോമ ബി എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ മനസ്സിലാവും അതൊരു ഫംഗ്ഷൻ കോൾ ആണെന്ന്, അതായത് ഒരു അഡീഷൻ എന്ന് പേരുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുക എന്ന ഒരു കോളാണ് അത് സംഭവം. അതായത് ഫംഗ്ഷൻ ഉപയോഗിക്കുക എന്നുള്ള ഒരു മെൻഷനാണ്. അഡീഷൻ എന്ന പേരുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുക എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നതെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവും. അത് മനസ്സിലാവണം എന്തെന്ന് വെച്ചാൽ ആദ്യത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലായി അഡീഷൻ എന്ന പേരുള്ള ഒരു ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു അഡീഷൻ എന്ന പേരുള്ള ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ടാവാം. അഡീഷൻ എന്ന പേരുള്ള ഫംഗ്ഷന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തോ മനസ്സിലായി. അപ്പോൾ അതായത് അഡീഷൻ എന്ന പേരുള്ള ഒരു ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിലുണ്ട് എന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അഡീഷൻ എന്ന ബ്രാക്കറ്റിൽ 2 വാല്യൂസ് മെൻഷൻ ചെയ്യുമ്പോഴേക്കും കമ്പ്യൂട്ടറിന് മനസ്സിലാവും ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാനുള്ള ഒരു കോളാണ്. അതായത് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാനുള്ള ഒരു സിഗ്നലാണ് എന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവും. അതിനെ ആ സിഗ്നൽ കൊടുക്കുന്നതിനെയാണ് ഫംഗ്ഷൻ കോളിംഗ് എ ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം അഡീഷൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് എ കോമ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഡീഷൻ എന്ന പേരുള്ള ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്ന സിഗ്നലാണ് കൊടുക്കുന്നത്. അതായത് കോളിംഗ് എ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ സംഭവം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്താൽ അത് നേരെ പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡീഷൻ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ആയിരിക്കും, ഈ പോർഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഫംഗ്ഷനിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ അഡീഷൻ എന്ന് എഴുതി, അതായത് ഫംഗ്ഷന്റെ പേര് എഴുതിയിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് എ കോമ ബി എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഈ അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻപുട്ട് വാല്യൂസ് ആണ് നമ്മൾ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ അഡീഷൻ എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇൻറ്റ് എക്സ് ഇൻറ്റ് വൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 2 ഇൻപുട്ട് വാല്യൂസ് വേണം ഈ അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ആ ഇൻപുട്ട് വാല്യൂസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. നമ്മളിവിടെ എ എന്നും ബി എന്നും പറഞ്ഞ 2 വാല്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂസിനെ സ്കാൻഎഫ് ഉപയോഗിച്ച് എ എന്നും ബിയിലോട്ടും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ വാല്യൂസിനെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അതായത് അഡീഷൻ എന്ന ഫംഗ്ഷന്റെ പേര് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ആ വേരിയബിൾസും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് വേണം അതിൻ്റെ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെ ഇൻപുട്ടും കൂടെ ചേർത്ത് അഡീഷൻ എന്ന ഫംഗ്ഷനിൽ എ എന്നും ബി എന്നും പറയുന്ന വേരിയബിൾ യൂസ് ചെയ്ത്
എ എന്നും ബി എന്നും പറയുന്ന വേരിയബിളിലുള്ള വാല്യൂ യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന സിഗ്നലാണ് അത് കൊടുക്കുന്നത്. അതായത് ഈ ഫംഗ്ഷൻ അഡീഷൻ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് കൂടെ എ എന്നും ബി എന്നും പറയുന്ന വാല്യൂസും കൂടെ അത് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂസ് എ എന്നും ബി എന്ന് രണ്ട് വേരിയബിൾസ് നമ്മൾ മെൻഷൻ ചെയ്തു. ഇവിടെ നിന്ന് സെൻഡ് ചെയ്യുന്ന ഈ വാല്യൂസ് എയിലും ബിയിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്ന ആ വാല്യൂയും കൂടെ ചേർത്തായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ആ വാല്യൂസ് വന്ന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് എന്നും വൈ എന്നും പറയുന്ന ആ വേരിയബിൾസിലോട്ട് സ്റ്റോർ ആവും. ഇവിടുത്തെ എന്ത് ഓർഡർ ആണോ അതേ ഓർഡറിൽ തന്നെയായിരിക്കും ഇവിടെ സ്റ്റോർ ആവുന്നത്. ആദ്യത്തെ വാല്യൂ വന്ന് ഇവിടെ മെൻഷൻ ചെയ്യുന്ന ആദ്യത്തെ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. രണ്ടാമത്തെ വാല്യൂ വന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ വേരിയബിളിലോട്ടും സ്റ്റോർ ചെയ്യും. അപ്പം അതേ ഓർഡറിൽ തന്നെയായിരിക്കും അത് നേരെ വന്ന് ഫംഗ്ഷനിലോട്ടും ഇവിടുത്തെ വേരിയബിളിലോട്ടും സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇവിടെ നിന്ന് സെൻഡ് ചെയ്യുന്ന വാല്യൂസ് ഉപയോഗിച്ചായിരിക്കും ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം എ എന്നും ബി എന്നും പറയുന്ന വേരിയബിളിനെയാണ് ഇതിൻ്റെ കൂടെ സെൻഡ് ചെയ്തത്. ഫംഗ്ഷൻ കോൾ ചെയ്തപ്പം സെൻഡ് ചെയ്തത് എ എന്നും ബി എന്നും പറയുന്ന വേരിയബിൾസിനെയാണ്. അത് നേരെ വന്ന് എക്സ് എന്നും വൈ എന്നും പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുക. അതായത് ഈ അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഈ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ് ആയിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഇതിൻ്റെ അകത്തുള്ള ഈ ഫംഗ്ഷൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. മോളിൽ നിന്ന് താഴോട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ആദ്യം റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ അത് ക്രിയേറ്റ് ചെയ്തു. ഈ ഫംഗ്ഷൻ്റെ അകത്ത് റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ റിസൾട്ട് വേരിയബിളിന് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് കൊടുത്തു. അതായത് ഇവിടെ സ്റ്റോർ ചെയ്ത ആ വാല്യൂസ് അതിനെ എക്സ് എന്ന് വൈയിലോട്ടാണ് സ്റ്റോർ ചെയ്തത്. അതിനെ രണ്ടും കൂടെ സം ചെയ്തിട്ട് അതിന് റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുക. സ്റ്റോർ ചെയ്തതിന് ശേഷം അടുത്തത് ആ റിസൾട്ട് എന്ന് പറയുന്ന ആ വേരിയബിളിനെ ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന എന്ത് വാല്യൂ ആണോ അതിന് റിട്ടേൺ ചെയ്യുക. ആ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയാണ് റിട്ടേൺ എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഈ ഒരു വേരിയബിളും കൂടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് സെൻഡ് ചെയ്യണം. അങ്ങനെ ഔട്ട്പുട്ട് സെൻഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ റിട്ടേൺ എന്നുള്ളത്. അതായത് ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. ഈ ഫംഗ്ഷൻ ഈ സ്റ്റേറ്റ്മെന്റ് ഈ അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്ത് വാല്യൂ ആണോ ഔട്ട്പുട്ട് ആയിട്ട് തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് പോവേണ്ടത്, എന്ത് വാല്യൂ ആണോ തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യേണ്ടത്, ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണോ അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് അകത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ റിട്ടേൺ എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത് വാല്യൂ ആണ് അത് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഇവിടെ ഈ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്, അതായത് ഔട്ട്പുട്ട് സെൻഡ് ചെയ്യുന്നത്. ഈ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പാണ് ഞാൻ ഇവിടെ, അതായത് നമ്മളിവിടെ ആദ്യം മെൻഷൻ ചെയ്യുന്നത്. അതായത് ഈ റിട്ടേൺ എന്ന് കൊടുത്തിട്ട് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത് വാല്യൂ ആണോ മെൻഷൻ ചെയ്യേണ്ടത് അതിൻ്റെ ഡാറ്റ ടൈപ്പാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതായത് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു അതായത് ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. ഈ അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, ഔട്ട്പുട്ടായിട്ട് മെയിൻ ഫംഗ്ഷനിലോട്ട് അയക്കുന്ന വാല്യൂ, ഔട്ട്പുട്ടായിട്ട് ഈ അഡീഷൻ എന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് മെയിൻ ഫംഗ്ഷനിലോട്ട് സെൻഡ് ചെയ്യുന്ന ആ വാല്യൂവിൻ്റെ ഡാറ്റ ടൈപ്പാണ് ഇൻറ്റ് എന്നുള്ളത്. അങ്ങനെ റിട്ടേൺ ചെയ്യാനുള്ള വാല്യൂ ആണ് ഈ റിട്ടേൺ എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം അഡീഷൻ എ ബി എന്ന് പറയുമ്പോൾ ആ അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അതായത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുന്നു. അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഇൻപുട്ടായിട്ട് എ എന്നും ബി എന്ന് പറയുന്ന വേരിയബിൾസും കൂടെ സെൻഡ് ചെയ്യുന്നു. ആ എ എന്നും ബി എന്നും പറയുന്ന വേരിയബിൾസ് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന അതേ ഓർഡറിലുള്ള വേരിയബിൾസിലോട്ട് സ്റ്റോർ ആവുന്നു. ഇനി ആ വേരിയബിൾസ് ഉപയോഗിച്ചായിരിക്കും ബാക്കി എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ക്രിയേറ്റ് ചെയ്തു, ആ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു റിസൾട്ട് എന്നും കൊടുത്തു. എന്നിട്ട് ആ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ആ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പാണ് ഞാനിവിടെ ഇൻറ്റ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പം റിസൾട്ട് എന്ന് പറയുന്ന അതിൻ്റെ വാല്യൂ എന്താണോ അതിനെ സെൻഡ് ചെയ്യുന്നു. ആ സെൻഡ് ചെയ്യുന്ന വാല്യൂ ആണ് ഇവിടുത്തെ ഈ പോർഷനിൽ ആ ഔട്ട്പുട്ടായിട്ട് വന്ന് സ്റ്റോർ ആവുന്നത്. ആ ഔട്ട്പുട്ടായിട്ട് വരുന്നതിനെയാണ് ഈ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം 75ഉം 47 കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എ ബി എന്നും പറഞ്ഞ് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഈ വാല്യൂസിനെയാണ്. ഈ വാല്യൂസിനെ സം ചെയ്ത് റിസൾട്ട്, അതായത് 122 എന്ന് പറയുന്ന വാല്യൂ റിസൾട്ടിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആ റിസൾട്ടിലുള്ള വാല്യൂവിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, അതായത് 122 എന്ന് പറയുന്ന വാല്യൂ ആണ് നേരെ ഈ പോർഷനിലോട്ട് എത്തുന്നത്. ഈ ടൈമിന് പകരം 122 എന്ന വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ആ 122 എന്ന് പറയുന്ന വാല്യൂവിനെ സമ്മിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആ സമ്മിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് %d എന്ന് പറഞ്ഞ് ഈ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത്, അതായത് 122 എന്ന് പറയുന്ന ആ വാല്യൂ ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ, അതായത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഇൻറ്റ് അഡീഷൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു.
അതേ രീതി തന്നെയാണ് ഇവിടെ ഇൻറ്റ് മെയിനിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇൻറ്റ് അഡീഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ നെയിം ഡിക്ലെയർ ചെയ്ത് ഇവിടെ ഇൻറ്റ് മെയിൻ എന്നുള്ളത് ഈ മെയിൻ ആണ് ഫംഗ്ഷന്റെ പേര്. ഇവിടെ നമ്മൾ ഇൻറ്റ് മെയിൻ എന്ന് കൊടുത്തതുകൊണ്ടാണ് ഇവിടെ റിട്ടേൺ 0യും കൂടെ കൊടുത്തത്. അതായത് ഇവിടെ ഇൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യണം. ആ റിട്ടേൺ ചെയ്യേണ്ട വാല്യൂവിന്റെ ഡാറ്റ ടൈപ്പാണ് നമ്മളിവിടെ ഇൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ മെയിൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് ആക്ച്വലി പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഇതിൽ നിന്നൊന്നും റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ടാണ് അവസാനത്തെ ലൈന് റിട്ടേൺ 0 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തത്. ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യാനായിട്ടൊന്നുമില്ല. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്ട്രാ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിൽ നിന്നാണ് റിട്ടേൺ ചെയ്യുക വാല്യൂസ് മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ റിട്ടേൺ എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് വേരിയബിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂസോ ഒക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. പക്ഷേ ഇവിടെ മെയിൻ ഫംഗ്ഷനിൽ ഒന്നും റിട്ടേൺ ചെയ്യാനായിട്ടൊന്നുമില്ല. അത് ഇടത്തോട്ടും റിട്ടേൺ ചെയ്യുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് റിട്ടേൺ 0 എന്ന് നമ്മൾ ഇവിടെ എഴുതുന്നു. ഇവിടെ ഇൻറ്റ് മെയിൻ ആണ് എഴുതുന്നതെങ്കിൽ ആ ലാസ്റ്റ് റിട്ടേൺ 0 എന്ന് നമുക്ക് എഴുതണമെന്ന് പറയുന്ന കാര്യം അതാണ്. ഇത് റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെന്റ് ഇല്ല എങ്കിലും കമ്പൈലേഴ്സിൽ റൺ ചെയ്യപ്പം നമ്മുടെ ഓൺലൈൻ കമ്പൈലേഴ്സിലൊക്കെ റൺ ചെയ്യപ്പം കുഴപ്പം എറർ ഒന്നും കാണിക്കാൻ റൺ ചെയ്യുന്ന വരും. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ ഈ റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെന്റ് കൂടെ നിർബന്ധമായി ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻറ്റ് മെയിൻ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ. അതേസമയം വോയിഡ് മെയിനോ അല്ലെങ്കിൽ വെറും മെയിനോ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെന്റ് വേണ്ട. നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് അല്ല ഫോളോ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ഇൻറ്റ് മെയിൻ എന്നേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന സംഭവത്തിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷൻ അല്ലാതെ എക്സ്ട്രാ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ എക്സിക്യൂഷനാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഹെഡർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷന്റെ ഹെഡർ ലൈൻ എന്താണെന്ന് വെച്ചാൽ എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവും അഡീഷൻ എന്ന പേരുള്ള ഒരു ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിലുണ്ട്. അതിന്റെ റിട്ടേൺ ചെയ്യാനുള്ള വാല്യൂവിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ആണ്. അതിന് റൺ ചെയ്യാനായിട്ട് 2 ഇൻപുട്ട് വാല്യൂസ് വേണം. അതിന്റെ 2 ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സ് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിന് മനസ്സിലാവും. അതിനുശേഷം അതിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഈ ഹെഡർ ലൈൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ അത് മെയിൻ ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. മെയിൻ ഫംഗ്ഷനുള്ള സ്റ്റേറ്റ്മെന്റ് അവരൊന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ പോർഷൻ എത്തപ്പോഴേക്കും ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുക എന്നുള്ള സിഗ്നൽ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് കോളിംഗ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ കോൾ എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇതിവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവും അഡീഷൻ എന്ന പേരുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അതിന് എ എന്നും ബി എന്നും പറയുന്ന വേരിയബിളിലുള്ള വാല്യൂസ് ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടതെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവും. അത് നേരെ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫംഗ്ഷൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ സെൻഡ് ചെയ്ത വേരിയബിൾസ് എന്തൊക്കെയാണോ സെൻഡ് ചെയ്തത് അതിൻ്റെ ഒന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിലുള്ള വേരിയബിൾസോട് സ്റ്റോർ ചെയ്യും. അതിനുശേഷം അതിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻസ് അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് എന്ത് വാല്യൂ ആണോ ഔട്ട്പുട്ടായിട്ട് റിട്ടേൺ ചെയ്യേണ്ടത് അത് നമ്മളിവിടെ റിട്ടേൺ എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കിവിടെ മെൻഷൻ ചെയ്യേണ്ട ഒന്നുകിൽ വേരിയബിൾ നമുക്കിവിടെ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷനോ എക്സ്പ്രഷനോ വേണമെങ്കിൽ നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. അതുമല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂ തന്നെ, അതായത് 5 എന്നോ 10 എന്നോ എന്ന വാല്യൂ തന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പം വേരിയബിൾ തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് പുറത്തോട്ട് പോകുന്നത്, അതായത് ഔട്ട്പുട്ടായിട്ട് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ ആയിരിക്കും. റിസൾട്ട് എന്ന വേരിയബിൾ അല്ല റിട്ടേൺ ചെയ്യുന്നത്, അതിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും. അതിൽ സ്റ്റോർ ചെയ്യുന്ന ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും ഇതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് സെൻഡ് ആവുന്നത്. ഔട്ട്പുട്ടായിട്ട് തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് എത്തും. അത് ഈ പോർഷനിൽ വരും ഔട്ട്പുട്ടായിട്ട്. ആ കിട്ടുന്ന വാല്യൂ എന്താണ് അത് സംബന്ധ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇതാണ് ഈ ഫംഗ്ഷന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇതേ പ്രോഗ്രാമിനെ തന്നെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ മോഡിഫൈ ചെയ്യാം. അങ്ങനെ മോഡിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.